നമസ്കാരം, അനന്തു. കഴിഞ്ഞ ഏതാനും വീഡിയോകളായിട്ട് ഫ്രഷേഴ്സിന് ബാധകമാവുന്ന റിക്രൂട്ട്മെൻറ്റിലെ കാര്യങ്ങളെപ്പറ്റി സംസാരിക്കുകയാണ്. റെസ്യൂമെ പറ്റി പറഞ്ഞിരുന്നു. റെസ്യൂമെ ഫ്രഷേഴ്സിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, അല്ലെങ്കിൽ ഫ്രഷേഴ്സിന് പൊതുവേ വരുന്ന സംശയങ്ങൾ എന്താണ്, അതേപ്പറ്റി സെപ്പറേറ്റ് ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഫ്രഷേഴ്സിൻ്റെ റെസ്യൂമെ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, അതുപോലെ തന്നെ ക്യാമ്പസ് പ്ലേസ്മെൻറ്റിന് ഒരു റെസ്യൂമെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ്, പ്രത്യേകിച്ച് ഫ്രണ്ട്സ് എല്ലാം ഒന്നിച്ച് പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെ സെപ്പറേറ്റ് വീഡിയോസ് ചെയ്തിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ സെർച്ചുകൾ വന്ന മറ്റൊരു ഭാഗമാണ് ലിങ്ക്ഡിൻ ഫോർ ഫ്രഷേഴ്സ് എന്നുള്ളത്. അപ്പോൾ ഫ്രഷേഴ്സിനെ സംബന്ധിച്ച്, അതായത് ഒരു വർക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്ത ജസ്റ്റ് ക്വാളിഫിക്കേഷൻ മാത്രമുള്ള ഒരാളെ സംബന്ധിച്ച് ലിങ്ക്ഡിൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, എന്താണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊന്ന് പറയാം. ആദ്യം തന്നെ നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മളുടെ ബേസിക് ഡീറ്റെയിൽസ് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് പോകുമ്പോൾ തന്നെ നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്, സ്റ്റുഡൻ്റ് ആണോ എന്നുള്ളത്. സ്റ്റുഡൻ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ ജസ്റ്റ് ക്വാളിഫൈഡ് ആണെങ്കിൽ നമുക്കത് മെൻഷൻ ചെയ്യാം. നമ്മളുടെ കോഴ്സിൻ്റെ പേര്, കോളേജിൻ്റെ പേര്, ലൊക്കേഷൻ എന്നിവയൊക്കെ മെൻഷൻ ചെയ്തുകൊണ്ട് ക്രിയേറ്റ് ചെയ്യാം, പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. പലപ്പോഴും ഞാൻ ഈ മോക്ക് ഇൻ്റർവ്യൂസ് കണ്ടക്ട് ചെയ്യുമ്പോൾ കാണാറുള്ളൊരു കാര്യം, പലരുടെയും ആപ്ലിക്കേഷൻസ് വരുന്ന സമയത്ത് റെസ്യൂമെയിൽ ലിങ്ക്ഡിൻ പ്രൊഫൈലിൽ ലിങ്ക് ഉണ്ടാവും. എസ്പെഷ്യലി ഫ്രഷേഴ്സിൻ്റെ കാര്യത്തിലാണ് ഈ പറഞ്ഞു വരുന്നത്. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ കാണുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ സമ്മറിൻ ബദൽഹേം സിനിമയിൽ ജയറാമിൻ്റെ ഒരു ഫാം കാണുന്ന പോലെയാണ്. അകത്ത് ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല, ചിലപ്പോൾ ഒരു ഫോട്ടോ പോലും ഇല്ല, ഒരു പേര് മാത്രം ഉണ്ടാവും. അപ്പോൾ പലരോടും ചോദിക്കാറുണ്ട്, എന്തിനാണ് ലിങ്ക്ഡിൻ പ്രൊഫൈലിൽ ലിങ്ക് വെച്ചത് എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും, പ്ലേസ്മെൻറ്റിലെ സാറ് പറഞ്ഞു ലിങ്ക്ഡിൻ പ്രൊഫൈൽ എനിക്ക് നല്ലതാണ്, അല്ലെങ്കിൽ എൻ്റെ ഒരു ബ്രദർ വർക്ക് ചെയ്യുന്നുണ്ട് ഇന്ന കമ്പനിയിൽ, അപ്പോൾ അയാൾ പറഞ്ഞു ഇന്ന പോലെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഉണ്ടെങ്കിൽ നല്ലതാവും എന്നുള്ളത്. അതുകൊണ്ടൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചു. സോ നമ്മൾ എപ്പോഴും ഒരു കാര്യം ആലോചിക്കണം, എന്തിനാണ് ഒരു കണ്ടൻറ്റ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത് റെസ്യൂമെയിൽ. ലിങ്ക്ഡിൻ പ്രൊഫൈലിൽ ലിങ്ക് വെക്കുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് എന്ത് പ്രയോജനം ഉണ്ടാവുന്നു എന്നൊന്ന് ആലോചിക്കുക. ഇയാൾക്ക് ലിങ്ക്ഡിനിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ അറിയാം എന്നൊരിക്കലും അതിന് നമുക്കൊരിക്കലും എടുത്ത് കിട്ടില്ലല്ലോ. കാരണം ഇറ്റ്സ് ഈസി, ഒരു മെയിൽ ഐ ഡിയും പാസ്വേഡും വെച്ച് ഒരു ലിങ്ക്ഡിൻ പ്ലാറ്റ്ഫോമിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ ഇസ് നോട്ട് ഡിഫിക്കൽട്ട് തിങ്. ബാങ്ക് അക്കൗണ്ട് പോലെയുള്ള സംഗതികളൊന്നുമല്ല, ആർക്കും എപ്പോഴും ഉണ്ടാക്കാവുന്നൊരു സംഗതി കൂടിയാണ്. സോ എന്തുകൊണ്ടാണ് ലിങ്ക്ഡിൻ ഇമ്പോർട്ടൻ്റ് ആവുന്നത് എന്നുള്ളത് ഓൾറെഡി ഒരു വീഡിയോ വിസ്തരിച്ചതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് ഇവിടെ മുകളിൽ കാണാം. അൾട്ടിമേറ്റ്ലി ഒരു പോയിന്റ് പറയാനുള്ളത്, വളരെ ബ്രീഫായിട്ട് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ, ഒരു റെസ്യൂമെയിൽ നമ്മൾ പറയുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ നമ്മളെപ്പറ്റി കൺവേ ചെയ്യാനായിട്ട് നമ്മുടെ ഒരു ലിങ്ക്ഡിൻ പ്രൊഫൈലിന് സാധിക്കും. അത് സാധിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ റെസ്യൂമെയിലുള്ളതെല്ലാം പ്ലസ് അതിൽ കൂടുതൽ നമ്മുടെ പ്രൊഫൈലിൽ ഉണ്ടാവണം. എന്നാൽ മാത്രമേ അങ്ങനെ ഒരു കാര്യം കൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു ലിങ്ക്ഡിൻ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വളരെ പെട്ടെന്നൊന്ന് പറയാം. ബേസിക്കായിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുക. നമ്മളൊരു ഫോം ഫില്ല് ചെയ്യുന്ന ലാഘവത്തോടു കൂടി നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. സോ മൊബൈൽ ഫോണിൽ നിന്നാണെങ്കിൽ ആഡ് പ്രൊഫൈൽ സെക്ഷൻ ഉണ്ടാവും, ഒരു ടാബ് ഉണ്ടാവും. നമ്മുടെ പ്രൊഫൈൽ എടുത്തു കഴിഞ്ഞാൽ ലാപ്ടോപ്പിൽ നിന്ന് എടുക്കുമ്പോഴാണെങ്കിലും ആഡ് സെക്ഷൻ നമുക്കൊരു ഓപ്ഷൻ അവിടെ കാണാം. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ട്, റെക്കമെൻഡഡ്, അഡീഷണൽ, കോർ എന്നിങ്ങനെ 3 വിഭാഗങ്ങളായിട്ട് തിരിച്ച് അതിന് ഓരോന്നിലും ഓരോരോ ഓപ്ഷൻസ്, ഇൻക്ലൂഡിങ് വർക്ക് എക്സ്പീരിയൻസ്, ക്വാളിഫിക്കേഷൻസ്, സർട്ടിഫിക്കേഷൻസ്, അങ്ങനെ പല കാര്യങ്ങൾ കാണാം. നമ്മൾ ജസ്റ്റ് ഫോം ഫില്ല് ചെയ്യുന്ന പോലെ എന്തൊക്കെ നമുക്കുണ്ടോ അതൊക്കെ ഫില്ല് ചെയ്ത് പോവുക എന്നുള്ളത് മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത്. സോ എൻഷുർ ചെയ്യേണ്ട കാര്യം, നമ്മൾ കൃത്യമായിട്ട് ബേസിക് ഇൻഫർമേഷൻ കൊടുക്കുക. നമ്മുടെ പേര് വൃത്തിയായിട്ട് കൊടുക്കുക, ഫസ്റ്റ് ലെറ്റേഴ്സും ക്യാപിറ്റലായിട്ട് തന്നെ എഴുതുക. ഫോട്ടോ കൊടുക്കുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രൊഫഷണൽ ആയിട്ടൊരു ഫോട്ടോ ആയിരിക്കുക. നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരു DP ഇടുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ആയിട്ടുള്ളൊരു ഫോട്ടോ ഒന്നുമല്ല ലിങ്ക്ഡിനിലേക്ക് ആവശ്യം. ലിങ്ക്ഡിനിലൊരു പ്രൊഫഷണൽ ഫോട്ടോ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. അത് എപ്പോഴും പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണമെന്നൊന്നുമില്ല. ഞാനിപ്പോൾ ഈ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്നെ ഫ്രെയിമിൽ കാണാമല്ലോ. സോ ഇതുപോലെ ഒരു പൊസിഷൻ മതിയാവും. എന്നെ സംബന്ധിച്ച് എനിക്ക് ഈ ഒരു ഫ്രെയിമിലുള്ള ഒരു ഫോട്ടോ ഞാൻ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ലിങ്ക്ഡിനിലേക്കുള്ള പ്രൊഫൈൽ ഫോട്ടോ ആയി. വിച്ച് മീൻസ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണമെന്നില്ല, കോട്ടും ഷൂട്ടും ഇടണമെന്നൊന്നും നിർബന്ധമില്ല. ഓക്കെ, അപ്പം ഒരു സെമി ഫോമലായാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയിൽ കാണുന്ന പോലെ തന്നെ ഇത്ര ഭാഗം, നമ്മുടെ ശരീരത്തിന് ഇത്ര ഭാഗം മാത്രമായിരിക്കും ഫോട്ടോയിൽ ഉണ്ടാവുക. അല്ലാതെ നമ്മളുടെ ഒരു ഫുൾ സൈസ് ഫോട്ടോ വരുമ്പോൾ നമ്മൾ ആ മുഖം പോലും കാണാൻ പറ്റില്ല. സോ അങ്ങനെയുള്ള ഫോട്ടോ എടുക്കാതിരിക്കുക. ഇങ്ങനെ ഒരു ക്രോപ്ഡ് ഫോട്ടോ ആകാൻ ശ്രദ്ധിക്കുക. ആൻഡ് നമ്മൾ ഒറ്റയ്ക്കൊരു ഫോട്ടോ, നമ്മുടെ ഫ്രണ്ട്സോ ഫാമിലിയോ ഒന്നും ഇല്ലാണ്ട് നമ്മൾ മാത്രമായിട്ടൊരു ഫോട്ടോ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കവർ ഫോട്ടോയിലേക്ക് പോകുമ്പം ഈ ഫേസ്ബുക്കിലുള്ള കവർ ഫോട്ടോ ഇടുന്നത് പോലെ ആവാതെ നമ്മളുടെ സബ്ജക്റ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഇമേജസ് കൊടുക്കാം. ഇപ്പോൾ അക്കൗണ്ടൻ്റ് ആണെങ്കിൽ കുറച്ച് അക്കൗണ്ട്സ് ബുക്സും, അല്ലെങ്കിൽ ഈ ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാലോ ക്യാൻവയിലൊക്കെ നോക്കിക്കഴിഞ്ഞാലോ കാണാൻ സാധിക്കും. കുറേ നമ്പേഴ്സും കാൽക്കുലേഷൻസും ഒക്കെ വെച്ചിട്ടുള്ള കുറച്ച് ഇമേജസ് കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള ബേസിക് ഇമേജസ് നിങ്ങൾക്ക് കൊടുക്കാം. ഇൻ കേസ് ഒരു ലാംഗ്വേജ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് ലിറ്ററേച്ചറൊക്കെ സ്റ്റുഡൻ്റ് ആണെങ്കിൽ ബുക്സിൻ്റെ ഇമേജ് ആവാം. ഒരു ലോ സ്റ്റുഡൻ്റ് ആണെങ്കിൽ ലീഗൽ ബുക്സിൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ നീതിദേവതയുടെ ഫോട്ടോയോ അങ്ങനെയുള്ള പല കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഫോട്ടോസ് കൊടുക്കാം. ഇതൊന്നും അല്ലെങ്കിൽ നമ്മുടെ ഫേവറേറ്റ് ആയിട്ടൊരു കോട്ട് നമുക്ക് എഴുതി കൊടുക്കാം. അത് എപ്പോഴും ശ്രദ്ധിക്കുക, പ്രൊഫഷണൽ ആയിട്ടുള്ള കോട്ടായിരിക്കും. അല്ലാണ്ട് നമ്മളുടെ അതിപ്പോൾ ചാർലി ചാപ്ലിനൊക്കെ പറയുന്നത് പോലെ മഴയത്ത് നടക്കാനാണ് എനിക്കിഷ്ടം, ഞാൻ കരയുന്നവരും കാണുന്ന ടൈപ്പ് ഓഫ് കോട്ട്സ് ഒന്നും എഴുതി വെക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ,
സോ കവർ ഫോട്ടോ പ്രൊഫൈൽ ഫോട്ടോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് മിസ്സാവാതിരിക്കാൻ ശ്രദ്ധിക്കുക. സോ ഫോട്ടോസ് കഴിഞ്ഞാൽ നമുക്ക് വരുന്നൊരു മെയിൻ സംഗതി ഹെഡ്ലൈൻ ആണ്, നമ്മളെ പറ്റിയിട്ടുള്ള ബേസിക് ബ്രീഫ് കാര്യങ്ങൾ. സോ നമുക്ക് ഹെഡ്ലൈനിൽ മെൻഷൻ ചെയ്യുന്നത് നമ്മുടെ ഒരു ക്വാളിഫിക്കേഷൻ, ഹൈസ്റ്റ് ക്വാളിഫിക്കേഷൻ നമുക്ക് മെൻഷൻ ചെയ്യാം, നമ്മളുടെ സബ്ജക്റ്റ് അവിടെ മെൻഷൻ ചെയ്യാം, ഒരു ഇൻഡസ്ട്രി അവിടെ മെൻഷൻ ചെയ്യാം. വളരെ മികച്ച പേര് കേട്ടൊരു കോളേജ് ആണെങ്കിൽ നമുക്ക് കോളേജിൻ്റെ പേര് അവിടെ മെൻഷൻ ചെയ്യാം. ആൻഡ് നമ്മൾ എന്താണ് നമ്മളുടെ ഒരു അംബിഷൻ, ഏതൊരു കരിയറിലേക്ക് പോകാൻ, ഏതൊരു ഫീൽഡിലേക്ക് പോകാനാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്, അത് വേണമെങ്കിൽ നമുക്കൊന്ന് മെൻഷൻ ചെയ്യാം. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും മെൻഷൻ ചെയ്യാനായിട്ട് സാധിക്കും. സോ അതിനെ സഹായകരമാകുന്ന, അതായത് ലിങ്ക്ഡിനിൽ എബൌട്ടും ഹെഡ്ലൈനും പ്രിപ്പയർ ചെയ്യാനായിട്ട് സഹായകരമാവുന്ന ChatGPTയുടെ പ്രോംസ് ഞങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഞങ്ങളത് ഷെയർ ചെയ്ത് തരാം. സോ ദാറ്റ് നിങ്ങൾക്ക് അത് യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് ഉൾപ്പെടെ കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഹെഡ്ലൈൻ ആൻഡ് എബൌട്ട് പ്രിപ്പയർ ചെയ്തത് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ മറ്റൊന്നാണ് നിങ്ങളുടെ ലിങ്ക്ഡിനിലെ എബൌട്ട് എഴുതുന്ന സമയത്ത് ഈ പറയുന്നത് പോലെ തന്നെ നിങ്ങൾ എന്തുകൊണ്ട് ഈ ഒരു ഫീൽഡ് ചൂസ് ചെയ്തു, ഈ ഒരു സബ്ജക്റ്റ് ചൂസ് ചെയ്തു എന്നൊക്കെ നിങ്ങൾക്ക് എഴുതാം. സ്റ്റഡീസിൻ്റെ കൂടെ നിങ്ങൾ എന്തൊക്കെ അഡീഷണൽ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു, കോളേജ് ലൈഫിൽ നിങ്ങൾ അഡീഷണൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, എന്തെങ്കിലുമൊക്കെ വോളണ്ടിയറിങ് ചെയ്തിട്ടുണ്ടോ, കരിയറിൽ ഇനി എന്താണ് ആസ്പിറേഷൻസ്, ഇതൊക്കെ നിങ്ങൾക്ക് എബൌട്ടിൽ എഴുതാം. സോ നിങ്ങളെപ്പറ്റി കൂടുതൽ അറിയാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. എക്സ്പീരിയൻസിൻ്റെ ഭാഗത്ത് പലരും കാണിക്കുന്നൊരു വലിയ മണ്ടത്തരം എക്സ്പീരിയൻസ്ഡ് സ്റ്റുഡൻറ്റ് എന്നും പറഞ്ഞിട്ട് എഴുതി വെക്കും. സ്റ്റുഡൻറ്റ് എന്ന് പറയുന്നത് എക്സ്പീരിയൻസ് അല്ല, അത് ശ്രദ്ധിക്കുക എപ്പോഴും. അത് അപ്ഡേറ്റ് ചെയ്യാതിരിക്കുക. ഇഫ് യു ഹാവ് ഇൻറ്റേൺഷിപ്സ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവിടെ അപ്ഡേറ്റ് ചെയ്യാം. ഇൻറ്റേൺ ഏതാണ് സ്ഥാപനം, പീരീഡ് എന്ന് മുതൽ എന്ന് വരെയാണ്. പിന്നെ ബേസിക്കലി ഒരു സെൻറ്റൻസിലെങ്കിലും നിങ്ങൾ അവിടെ എന്ത് ചെയ്തു, എന്ത് ലേൺ ചെയ്തു എന്ന് എഴുതാൻ പറ്റുമെങ്കിൽ എക്സലൻ്റ് ആയിരിക്കും. അതിനുശേഷം ക്വാളിഫിക്കേഷൻസ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാം. കൃത്യമായിട്ട് നമ്മളുടെ കോഴ്സിൻ്റെ പേര് കൊടുക്കുക, അതിൻ്റെ സ്പെഷ്യലൈസേഷൻ കൊടുക്കുക, കോളേജിൻ്റെ പേര്, യൂണിവേഴ്സിറ്റിയുടെ പേര്, കോളേജിൻ്റെ പേര്, വിച്ച് എവർ ഈസ് റിലവൻറ്റ് അത് കൊടുക്കാം, പീരീഡ് കൊടുക്കാം. ഈ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് അഡീഷണൽ സർട്ടിഫിക്കേഷൻസ് ഉണ്ടാവാം, അഡീഷണൽ കോഴ്സസ് ഉണ്ടാവാം. അങ്ങനെയുള്ള വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തൊക്കെയുണ്ടോ അതൊക്കെ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം. മേജറായിട്ട് മറ്റൊരു കാര്യമാണ് സ്കിൽസ് എന്ന് പറയുന്നത്. സ്കിൽസിലേക്ക് വരുമ്പോൾ മേജറായിട്ട് സോഫ്റ്റ് സ്കിൽസ് അപ്ഡേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു സബ്ജക്റ്റിൽ പഠിച്ച മേജർ സ്കിൽസ് അപ്ഡേറ്റ് ചെയ്യാം. പക്ഷേ ഒരു കാര്യം എൻഷുർ ചെയ്യുക, ഒരു ജോലിയിൽ വർക്ക് എക്സ്പീരിയൻസിൽ നിന്ന് മാത്രം കിട്ടുന്ന ടൈപ്പ് ഓഫ് സ്കിൽസ് ഒരിക്കലും നിങ്ങൾ അവിടെ അപ്ഡേറ്റ് ചെയ്യാതിരിക്കുക. കാരണം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളാണെന്ന് അറിയാം. സോ എവിടെയെങ്കിലും നമ്മൾ അങ്ങനെ ഒരു റിലവൻ്റ് അല്ലാത്തൊരു കണ്ടന്റ് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നമ്മുടെ ക്രെഡിബിലിറ്റി അത് കാര്യമായിട്ട് അഫക്റ്റ് ചെയ്യാൻ തുടങ്ങും. സ്കിൽസ് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൊണ്ടൊക്കെ അത് എൻഡോഴ്സ് ചെയ്യിപ്പിക്കാം. സോ നിങ്ങളുടെ പ്രൊഫൈൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സ്കിൽസിൻ്റെ പാർട്ടിലേക്ക് ചെല്ലുമ്പോൾ മറ്റൊരു സുഹൃത്ത് നോക്കുന്ന സമയത്ത് അവിടെ നിങ്ങളുടെ സ്കിൽസ് കാണാം. സോ അയാൾക്ക് നിങ്ങളുടെ സ്കിൽസിൽ ഏതൊക്കെ കറക്റ്റ് ആണെന്ന് തോന്നുന്നു അതൊക്കെ അവർക്ക് വോട്ട് ചെയ്യാം. സോ എൻഷുർ ചെയ്യുക 10 പേരെ വിളിച്ച് 10 പേരെ കൊണ്ട് എല്ലാത്തിനും വോട്ട് ചെയ്യിക്കാതിരിക്കുക. കാരണം അത് നമ്മൾ വെറുതെ ബിൽഡപ്പ് ആണെന്ന് മനസ്സിലാവും. പക്ഷേ ആൾക്കാരോടൊന്ന് റിക്വസ്റ്റ് ചെയ്യുക, കൊളീഗ്സിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നമ്മളെ അറിയാവുന്ന ആൾക്കാരോട് മാത്രം ഒന്ന് എൻഡോഴ്സ്മെൻറ്റ്സ് ചെയ്യാനായിട്ട് ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറയാം. സോ ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ ഓപ്പൺ ടു എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ക്ലാസ് കഴിഞ്ഞ് കോഴ്സ് കഴിഞ്ഞ ഒരു ജോബ് സെർച്ചിൻ്റെ സമയത്താണെങ്കിൽ നിങ്ങൾക്ക് ഓപ്പൺ ടു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് റോളാണ്, ഏത് ഫീൽഡാണ് എന്നൊക്കെ നിങ്ങൾ നോക്കുന്നതൊക്കെ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊരു ജോബിന് വേണ്ടിയിട്ട് നോക്കുന്നൊരു സമയമാണ് എന്നറിയാനും ഏതൊക്കെ റോൾസിലേക്കാണ് നിങ്ങൾ നോക്കുന്നതൊക്കെ മറ്റൊരാൾക്ക് അറിയാൻ സാധിക്കും. ആൻഡ് നിങ്ങളുടെ പ്രൊഫൈൽ ഫോട്ടോയിൽ തന്നെ ഒരു ഗ്രീൻ കളറിലൊരു ടാഗ് വരും. സോ ദാറ്റ് പെട്ടെന്നൊരു പ്രൊഫൈൽ എവിടെ കണ്ടാലും ഇയാൾ ലുക്കിംഗ് ഫോർ എ ജോബാണ് എന്ന് മനസ്സിലാവും. അപ്പോൾ ബേസിക്കായിട്ട് ഇത്രയും കാര്യങ്ങളാണ് ഒരു ഫ്രഷറുടെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുമ്പം അപ്ഡേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ. ഇതിനകത്ത് എൻഷുർ ചെയ്യേണ്ട ഒരു കാര്യം കൂടെ ഉള്ളത്, ഇതൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ്. സോ മേക്ക് ഷുവർ യു എൻഗേജ് വിത്ത് അതേഴ്സ്, യു ക്രിയേറ്റ് കണ്ടൻറ്റ് ഓർ ഷെയർ കണ്ടൻറ്റ് എന്നൊക്കെ. അതൊരിക്കലും നിങ്ങൾക്ക് കിട്ടുന്ന എല്ലാ സർട്ടിഫിക്കറ്റും കൊണ്ട് ഡംപ് ചെയ്യുകയോ ഒന്നുമല്ല ചെയ്യേണ്ടത്. സോ നിങ്ങൾക്ക് കുറച്ച് കണക്ഷൻസ് ബിൽഡ് ചെയ്തെടുക്കുക. ഒരു നമ്പർ ഓഫ് കണക്ഷൻസ് 100 എങ്കിലും ഉണ്ടെങ്കിൽ നന്നായിരിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സ് ആവാം, കുറച്ച് വാല്യൂ കണ്ടൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാരാവാം, അവരെയൊക്കെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം, കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ അതിൽ നമ്മൾ കാണുന്നതിൽ വളരെ വാല്യൂബിൾ ആയിട്ടുള്ള കണ്ടൻറ്റ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ദെൻ നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം മറ്റ് പോസ്റ്റുകളുടെ അടിയിൽ കമൻറ്റ് ചെയ്യാം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പലപ്പോഴും ഫ്രഷേഴ്സിൻ്റെ ഒരു ലിങ്ക്ഡിൻ പ്രൊഫൈൽ കാണുമ്പം അതിൻ്റെ ആക്ടിവിറ്റീസ് നോക്കുമ്പോൾ അതിൻ്റെ കമൻറ്റ്സിൽ കാണുന്നൊരു ഭാഗം ഒരുപാട് ജോബ് വേക്കൻസി പോസ്റ്റുകളുടെ അടിയിൽ ഇൻട്രസ്റ്റഡ് ഇങ്ങനെ കമൻറ്റ് ചെയ്തേക്കുന്നത് കാണാം. അങ്ങനെ ഒരു ആക്ടിവിറ്റി മാത്രമാണ് ചെയ്തിട്ടുണ്ടാവുക. സോ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഭയങ്കര ഡെസ്പെറേറ്റ് ആണ്, എന്തെങ്കിലും ഒരു ജോലി കിട്ടിയാൽ മതി എന്ന രീതിയിൽ നിൽക്കുകയാണ് എന്നൊക്കെ ഒരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യും. സോ ഈ ലിങ്ക്ഡിനിലെ ജോബ് പോസ്റ്റുകളുടെ അടിയിൽ പോയിട്ട് ഇൻട്രസ്റ്റഡ് എന്ന് കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് ബെനിഫിറ്റ്സ് ഉണ്ടാവാറില്ല. സോ അത് ഒഴിവാക്കുക. അപ്പം ഏതൊരു തരത്തിലൊരു എൻഗേജ്മെൻറ്റ്സും കൂടി ശ്രദ്ധിക്കുക. സോ ബേസിക്കലി ഫോർ എ ഫ്രഷർ ലിങ്ക്ഡിൻ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കാവുന്നതാണ്. ഓക്കെ. സോ റിക്രൂട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോസ് തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. റെസ്യൂമെ ഇൻ്റർവ്യൂ ബന്ധപ്പെട്ട വീഡിയോകളൊക്കെ ഓൾറെഡി ഉണ്ട്. ഇനിയും കൂടുതൽ കണ്ടൻറ്റ് വരുന്നുണ്ട്. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സഹായിക്കാം. ഒപ്പം പല കണ്ടൻറ്റിലുള്ള വീഡിയോസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്കതും സജസ്റ്റ് ചെയ്യാം. എലോങ് വിത്ത് ദാറ്റ് നിങ്ങളുടെ റെസ്യൂമെ, ലിങ്ക്ഡിൻ പ്രൊഫൈൽ എന്നിവ ചെക്ക് ചെയ്തിട്ട് സജഷൻസ് പറയണമെന്നുണ്ടെങ്കിൽ
ഈ നമ്പറിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ ലിങ്കോ ഓർ റെസ്യൂമേ അയച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി വി വിൽ ഗെറ്റ് ബാക്ക് ടു ഇൻ 2 days. ഓക്കെ, താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ്.